ചൂടായത്. ആ എല്ലാരും ഇങ്ങോട്ടൊന്ന് വന്നേ. അതെ കേശു, ഞാൻ ആ ഹരിയുടെ നമ്പർ തരാം. നീ ആണെങ്കിൽ ആ ലൊക്കേഷൻ ഒന്ന് ഇട്ട് കൊടുക്കണം. ഓ കേട്ടോ? ഓ ആ പിന്നെ കണ്ട എല്ലാവരോടും കൂടെ ഞാൻ പറയുക, അദ്ദേഹം വരുമ്പം എല്ലാവരും നല്ല ഭയഭക്തി ബഹുമാനത്തോടെ നിൽക്കണം കേട്ടോ. ജ്യോത്സ്യം വന്നു കഴിഞ്ഞാൽ ഉടനെ ഓരോരുത്തരായിട്ട് നമസ്കാരം പറയണം. ആദ്യം പാറു, ആ പിന്നെ പ്രായത്തിന്റെ അനുസരിച്ച് ഓരോരുത്തർ. അപ്പൊ പാറു കഴിഞ്ഞാൽ ഞാൻ, അത് കഴിഞ്ഞ് ഞാൻ, അത് കഴിഞ്ഞ് ഞാൻ, അതുക്കപ്പുറം ഞാൻ. പിന്നെ അഹങ്കാരം പാടില്ല. അത് എനിക്കിട്ടുള്ളതല്ലേ. ഞാൻ അങ്ങനെ ഉദ്ദേശിച്ച് പറഞ്ഞതല്ല, എല്ലാരോടും കൂടെ പറഞ്ഞതാ. എല്ലാവർക്കും പറഞ്ഞല്ല ഓർമ്മയുണ്ടല്ലോ. ആ വന്ന് കേറുന്ന ആള് വിചാരിച്ചോട്ടെ ഇവിടെ ഉള്ളവർക്കെല്ലാം നല്ല അടക്കവും ഒതുക്കവും ഒക്കെ ഉണ്ടെന്ന്. മോനെ ഹരി, ചേച്ചി വിശേഷങ്ങൾ? സുഖാണോ? നമസ്കാരം മോളെ. നമസ്കാരം. 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 സോറി, നമസ്കാരം. നമസ്കാരം. അമ്മൂമ്മ പറഞ്ഞില്ല, പറഞ്ഞോട്ട്. നമസ്കാരം ഹരി. ഇതെന്താ എല്ലാരും പറഞ്ഞു പഠിപ്പിച്ച മാതിരിയാണല്ലോ നമസ്കാരം പറയുന്നേ. എങ്ങനെ മനസ്സിലായി? ഒരു ത്രികാലജ്ഞാനിയുണ്ട്. ത്രികാലജ്ഞാനിയാ? ഇതൊക്കെ ആരാണ് മോളെ പഠിപ്പിച്ചു തന്നെ മോളെ? ഇത് അച്ഛനെ എല്ലാരും പറയുന്ന വാക്കാം. ഓഹോ, എന്നാ ആ വാക്കിന്റെ അർത്ഥം ഒന്ന് പറഞ്ഞേ. ഇപ്പൊ നടക്കാൻ പോകുന്നതും നടന്നു കഴിഞ്ഞതും ഇപ്പൊ നടക്കുന്നതും പറയുന്ന ആള്. മിടുക്കിയാണല്ലോ. ഇനി വന്നേ. എന്താ മോളുടെ പേര്? എന്റെ പേര് പാർവതി ബാലേന്ദ്രൻ തമ്പി. ഹരിക്ക് മനസ്സിലായില്ലല്ലോ? ഇല്ല. നീലുവിന്റെ മോളാ, കണ്ടിട്ടില്ലല്ലോ അവളെ? ഇല്ലില്ല, ഞാൻ ആദ്യമായിട്ട് കാണണേ. ശോഭന ചേച്ചി ഇവളെ നല്ല മിടുക്കിയായിട്ട് മാളും. ഒരുപാട് അറിയപ്പെടുന്ന ഒരാളായി മാറാനുള്ള എല്ലാ യോഗവും ഇവക്കുണ്ട്. കേട്ടാ പറഞ്ഞ കേട്ടാ, ഭാവിയിൽ ഞാൻ ഒരു വലിയ ആളാവുന്നു. മോളെ ഇങ്ങോട്ട് നോക്കിയേ. അങ്കിള് പറഞ്ഞുകൊണ്ട് മാത്രം അങ്ങനെ വലിയ ആളാവത്തില്ല. പിന്നെന്ത് വേണം? നല്ലതുപോലെ പഠിക്കണം, നല്ലതുപോലെ പ്രയത്നിക്കണം. എങ്കിൽ മാത്രമേ മോള് വലിയ ആളാവുള്ളൂ കേട്ടോ. പക്ഷെ വലിയ ആളാവാൻ വേണ്ടി പ്രയത്നിച്ചോണം മോളെ. പിന്നെ ഈ ത്രികാലജ്ഞാനിയായിട്ടൊക്കെ ഇരിക്കാൻ മനുഷ്യന് പറ്റില്ല. അതൊക്കെ സർവേശ്വരന് മാത്രമേ കാലമൊക്കെ ഗണിക്കാൻ പറ്റുള്ളൂ കേട്ടോ. മോനെ കുടുംബമൊക്കെ സുഖമായിട്ടിരിക്കുന്നേ? ആ സുഖമായിട്ടിരിക്കുന്ന ചേച്ചി. പിന്നെ അറിയാലോ, എല്ലാ വീട്ടിലും ഉള്ളതുപോലെ തട്ടലും മുട്ടലും എല്ലാ വീടുകളിലും ഉണ്ട്. അതൊക്കെ നമ്മുടെ വീട്ടിലും ഉണ്ടാവും. ലച്ചു, ഓ ഓർമ്മയുണ്ടോ നിനക്കെന്നെ? അവിടെ പണ്ട് പടവലത്തെ വീട്ടിൽ വെച്ച് കണ്ട ഒരു ചെറിയ ഓർമ്മയുണ്ട്. വലിയ ഓർമ്മയൊന്നുമില്ല. അന്ന് ഞാൻ അമ്മയുടെ ഒക്കത്തായിരുന്നല്ലോ. ഓഹോ, അത് ശരി. ഇതാരാണ് ചേച്ചി? ഇതെന്റെ മരുമോള്. ഓ, നമ്മുടെ ശ്രീകുട്ടന്റെ ഭാര്യയോ? ആ ശ്രീകുട്ടന്റെ ഭാര്യ. നമസ്കാരം, ഞാൻ കേശു. എടാ കേശു, നീ നിക്കറുണ്ടാകുന്ന കാലത്ത് കണ്ടാ ഞാൻ. ഇപ്പൊ നീ താടിയും മീശയൊക്കെ വളർന്ന് വലിയ ആളായല്ലേ. ഞാൻ ജോത്സ്യനെ പറ്റി ഒരുപാട് പറഞ്ഞു കേട്ടിട്ടുണ്ട്. നല്ല കാര്യങ്ങളൊക്കെ തന്നെ കേട്ടത്. ഏറെക്കുറെ അങ്ങനെയൊക്കെ തന്നെ അല്ലേ? അതെയാ. ഞാൻ കനകം മധുരയിലിരുന്ന് വന്നேன். ഗൗരിയോட ഹോട്ടലിൽ വർക്ക് பண்ண போறேன். ആ ഗൗരിക്ക് ഹോട്ടലൊക്കെ ഉണ്ടോ? ഹോട്ടൽ ഓപ്പൺ ആയിട്ടില്ല. എന്തായാലും ഒരു മാസത്തിനകം ഓപ്പൺ ആവും. ഇത് തന്നെ 6 മാസം കൊണ്ട് പറയണത്, ഓപ്പൺ ആവണില്ല. ആ അതിനാണ് ഞാൻ മോനോട് വരാൻ പറഞ്ഞത്. എന്ത് ഹോട്ടലിൽ ചായ അടിക്കാനോ? അയ്യോ അല്ല, ഇതാണ് ഇവിടുത്തെ പ്രശ്നം. മൊത്തം അങ്ങ് തടസ്സങ്ങളാണെന്നേ. അതെല്ലാം ഒന്ന് നോക്കി കണ്ട് അതിനൊരു പരിഹാരം പറഞ്ഞു തരണം. നോക്കുന്നതിന് മുമ്പേ ചായയോ കാപ്പിയോ വല്ലതും ഉണ്ടെങ്കിൽ ഒന്ന് തന്നുകൂടെ എന്റെ ഭവാനി ചേച്ചി? അയ്യോ അത് ഞാനങ്ങ് മറന്നുപോയി. അയ്യോ വർത്താനത്തിന്റെ ഇടയ്ക്ക് അതങ്ങ് വിട്ടുപോയി. മോന് ചായയാന്നോ കാപ്പിയാന്നോ വേണ്ടുന്നേ? ചായയും കാപ്പിയും മാത്രം ഒന്നും പോരെ ചേച്ചി. ഞാൻ വരുന്ന വഴിക്ക് ഒന്നും കഴിച്ചിട്ടില്ല. ഇവിടുത്തെ കഴിച്ചിട്ടേ പോകുന്നുള്ളൂ. ആ ഇഡ്ഡലി സാമ്പാറുണ്ട്, കഴിക്കാം. അമ്മമ്മല്ലേ പറഞ്ഞേ ഹരിജോത്സ്യൻ എവിടുന്നും ഒന്നും കഴിക്കില്ലെന്ന്? മോളെ അങ്ങനെ അവിടുന്ന് ഇവിടുന്ന് ഒന്നും കഴിക്കത്തില്ല മോളെ. പക്ഷെ വിശന്നാ ഞാൻ എവിടുന്നും കഴിക്കും. കനകം ഇഡ്ഡലി സാമ്പാറും എടുക്ക്. ഇപ്പൊ കൊണ്ടുവരാം. അയ്യോ ചേച്ചി, ഇഡലി സാമ്പാറും ഒക്കെ ഇങ്ങോട്ട് എടുക്കുകയാണോ? അയ്യോ അല്ല, മോനെ ഭാഗത്തോട്ടിരിക്കാം. മോനെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എന്ത് പ്രശ്നം? അല്ല മോനിങ്ങനെ ചുറ്റും നോക്കുന്നു. ഞാനിവിടെ ആദ്യമായിട്ട് വരുമല്ലേ ചേച്ചി. നല്ല ഡിസൈൻ, നല്ല കളർ കോമ്പിനേഷൻ, അതൊക്കെ ഒന്ന് കണ്ടതാ. ആ അതുകൊണ്ട് നോക്കിയതാണോ? അതെ. പേടിക്കണ്ട, ഡിസൈൻ നോക്കിയതാ. എന്നാ വന്ന വാ.
വീട്ടിലെ വിളക്ക് എല്ലാ ദിവസവും രാത്രി 8:30 ഫ്ലവേഴ്സിൽ. മഹാലക്ഷ്മി എല്ലാ ദിവസവും രാത്രി 9 മണിക്ക് ഫ്ലവേഴ്സിൽ.